I always ask him one question. Should I tell them what I keep asking you regularly? ഒരിക്കലും ഒരു കഥ എഴുതരുത്, അല്ലെങ്കിൽ എന്നെ കണ്ടിട്ട് ഒരിക്കലും ഒരു കഥ എഴുതരുത്. ആ കഥയിൽ ഒരു ലാലേട്ടൻ ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ച് എല്ലാം സംസാരിച്ചു. ഇൻഡസ്ട്രി ഹിറ്റ് ഒക്കെ അടിച്ച് എല്ലാ റെക്കോർഡുകളും ബ്രേക്ക് ചെയ്ത് നിൽക്കുകയാണ്. ലാലേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, അതായത് കിഷ്കിന്താകാണ്ഡം പോലത്തെ കഥാപാത്രങ്ങൾ, സിനിമയിലെ കഥാപാത്രങ്ങളൊന്നും എന്നെ തേടി വരുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ എല്ലാ നടന്മാരും അല്ലെങ്കിൽ പുതിയ നടന്മാരൊക്കെ എല്ലാവരും പാൻ ഇന്ത്യൻ സിനിമകളുടെ പുറകെയാണ്. പക്ഷെ ലാലേട്ടൻ ഇത്രയും റെക്കോർഡുകൾ ബ്രേക്ക് ചെയ്തിട്ടും കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ നല്ല കഥാപാത്രങ്ങളാണ് തേടിയിരിക്കുന്നത്. അപ്പം ഈ ഒരു വൃഷഭ എന്ന് പറഞ്ഞ സിനിമയിൽ തന്നെ ലാർജർ ആൻഡ് ലൈഫ് ഒരു ക്യാരക്ടറാണെന്നാണ് വിചാരിച്ചത്. പക്ഷെ ഇപ്പം ട്രെയിലർ കണ്ടു കഴിഞ്ഞപ്പോൾ ആക്ടിങ്ങിന് കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് ഉള്ള അല്ലെങ്കിൽ ഇമോഷണലായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കഥാപാത്രമായിട്ട് തോന്നി. അപ്പം ഈ പടം എങ്ങനെയാണ് ലാലേട്ടൻ അല്ലെങ്കിൽ വലിയ സിനിമകൾ ചെയ്യുമ്പോൾ കഥാപാത്രമാണോ നോക്കുന്നത്, അല്ലെങ്കിൽ ലാർജർ ആൻഡ് ലൈഫ് അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിലാണോ നോക്കുന്നത്? ഞാൻ നേരത്തെ സംസാരിച്ചപ്പോൾ തന്നെ പറഞ്ഞു, ഈ സിനിമയുടെ കഥ പറഞ്ഞപ്പോൾ അതിൽ കുറച്ച് പ്രത്യേകതകളെല്ലാമായിട്ട് തോന്നി. ഒരു നോർമൽ സിനിമയുടെ കഥയായിട്ടല്ല. റീഇൻകാർണേഷനെ കുറിച്ചുള്ള സിനിമകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ബട്ട് ദിസ് ഈസ് സംതിങ് ഡിഫറെൻറ്റ്. റീഇൻകാർണേഷൻ ആണെന്ന് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. കാര്യം 2 ഈറയിൽ പറയുന്ന കഥയാണ്. സോ അതിൽ ബേസിക്കായിട്ട് ഞാൻ പറഞ്ഞത് തന്നെ എൻ്റെ അത് കോണ്ടന്റ് വൈസ് അതിന് ലവ് എന്ന് പറയുന്നതിന് വലിയൊരു സ്ഥാനം, അച്ഛൻ മകൻ എന്നൊക്കെ പറയുന്ന റിലേഷൻഷിപ്പിന് വലിയ സ്ഥാനമുണ്ട്. ആൻഡ് ഇറ്റ് ഹാസ് ഗോട്ട്, ഞാൻ അതാ പറയാം, സോ മെനി ആക്ഷൻസ്. സാധാരണ സിനിമകൾ കാണാൻ കൂടുതലൊരു ആക്ഷൻ ഉണ്ട്. ഒരു ഡിഫറെൻറ്റ് പീരിയഡിലുള്ള ഫിലിമാണ്. അത്തരം സിനിമകൾ ഞാൻ അധികം ചെയ്തിട്ടില്ല. ആൻഡ് ഓഫ് കോഴ്സ് ഓൾവേസ് ഐ സേ ഐ ട്രസ്റ്റ് മൈ ഡയറക്ടർ മോർ ദാൻ എനി അതർ തിങ്. ഐ ട്രസ്റ്റ് മൈ ഡയറക്ടർ എന്ന് പറയും. സോ ഐ ഹാഡ് ദ കൈൻഡ് ഓഫ് കോൺഫിഡൻസ് വിത്ത് നന്ദ കിഷോർ. അതുകൊണ്ടാണ് ഈ സിനിമ അക്സെപ്റ്റ് ചെയ്തത്. അത് സിനിമ കണ്ടിട്ട് പറയാൻ പറ്റുള്ളൂ. അത് എത്രത്തോളം സക്സസ്ഫുൾ എന്നൊക്കെ ഉള്ളത് സിനിമയുടെ റണ്ണിങ്ങിനെ പറ്റിയൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. ബട്ട് ഫോർ മീ ഈ സിനിമ നല്ലൊരു കഥയായിട്ട് തോന്നി, എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയായിട്ട് തോന്നി, അതിൻ്റെ അകത്തൊരു ഇമോഷണൽ വാല്യൂ ഉള്ള സിനിമയായിട്ട് തോന്നി. സോ ഐ ഡിഡ് ദാറ്റ് ഫിലിം. താങ്ക് യു. ഒരിക്കലും ഒരു കഥ എഴുതരുത്, അല്ലെങ്കിൽ എന്നെ കണ്ടിട്ട് ഒരിക്കലും ഒരു കഥ എഴുതരുത്. ആ കഥയിൽ ഒരു കഥാപാത്രമാണ് ഇത് തോന്നിയാൽ മാത്രമേ ഇത് ചെയ്യാറുള്ളൂ. അപ്പം ലാലേട്ടൻ ചെയ്യുന്ന ഓരോ സിനിമകളും അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. ആ കഥാപാത്രമായി മാറുമ്പോൾ ഉണ്ടാകുന്ന തിയേറ്ററിൽ എഴുന്നേറ്റ് കൈയടിക്കുന്ന മൊമെന്റുകളും അല്ലെങ്കിൽ പിസിലടിക്കുന്ന രോമാഞ്ചായിട്ട് ഒരുപാട് മൊമെന്റുകളുണ്ട്. ഇപ്പം ഇതിലെ ട്രെയിലർ കാണുമ്പോൾ പോലും നമുക്ക് പഴയ നമ്മുടെ പല സിനിമകളിലെ ലാലേട്ടൻ ചെയ്ത ആക്ഷൻ സീനുകളൊക്കെ കാണുമ്പോൾ ഓർമ്മ വരുന്നുണ്ട്. അപ്പം ഇതിലെ ഫൈറ്റ് സീനുകളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ആ ഒരു മേക്കിംഗ് കാര്യങ്ങളൊക്കെ ലാലേട്ടൻ ട്രെയിലർ കാണുമ്പോൾ നമുക്കൊരു ഫീലിംഗ് കിട്ടുന്നുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? ഞാൻ അതിന് നേരത്തെ പറഞ്ഞു, ഇതൊരു സാധാരണ സിനിമയായിട്ട് തോന്നിയില്ല. ഇതിൽ ഒരുപാട് ആക്ഷൻസിന് ഇമ്പോർട്ടൻസ് ഉള്ളൊരു സിനിമയാണ്. നമ്മൾ സാധാരണ കാണാത്ത ആക്ഷൻസ് ഉണ്ട്. ലൈക്ക് അതൊരു പീരിയഡ് ഫിലിമൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ അത് തന്നെയാണ് എൻ്റെ പ്രത്യേകത. അതിനെ കൂടുതൽ ഡിഫൈൻ ചെയ്യാൻ എനിക്കറിയില്ല. അതിൻ്റെ കണ്ടന്റ് തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെയാണ്. ഇപ്പോൾ ഇത് ഋഷഭ എന്നൊരു കഥ എനിക്ക് വേണ്ടി എഴുതിയ കഥയല്ല. ഒരു കഥയിലേക്ക് അവരെന്നെ ക്ഷണിക്കുകയായിരുന്നു. വി ഹാവ് എ സ്റ്റോറി ലൈക്ക് ദിസ്, ക്യാൻ യു ആക്ട്? ലൈക്ക് ദിസ് സ്റ്റോറി ഈസ് നോട്ട് റിട്ടൺ ഫോർ മോഹൻലാൽ. എനിക്ക് വേണ്ടി എഴുതിയ കഥയല്ല. I think am I right, Nanda? You wrote a story, then you invited me to that film. So he can give more ideas on this. Just they want to know. Yeah, I understood the question. I can particular aesthetics in mind. Then your story will be inclined towards that particular entity or person, or it was only Lalatan sir. I did not see another alternate actor for that. So it is a blessing in disguise. This story, after being written, it was destined for Lal sir, is what I can say. Acting for you, like every scene you write will go to the next level. It is a blessing in disguise, as sir told me. See, there are 100 million people in India. At least 10 lakh people want to be a director. At least 1 lakh people are directing. At least 10,000 have done cinema. 1,000 are recognized. Hundreds have been stars. In that 100, if Lal sir has done 200 films, in that 100 directors are there. Even when I am not there, my name will be associated with working with such a god of acting and legend. That is more than enough for my life. I think we all fall short of words whenever we talk about somebody like him, the magnum opus personality that he has. When you're in the presence of somebody who is such an outstanding performer, such an outstanding human being, I always ask him one question.
Should I tell them what I keep asking you regularly? You can tell us. Ask him, tell us. I asked sir one question. Everybody has 24 hours in a day. How do you do all the things that you do in that same 24 hours? Like he's an entertainer, performer, magician, dancer, he's a singer, he's doing, I'm a chef. So I'm sure this is a known factor that everybody knows, but it really, it intrigues me, and every time we were shooting, we would see a new video or we would see something that he's doing constantly. You know, for somebody who's done so many films and so many achievements, I don't know how you do it in 24 hours, because everybody has only 24 hours. So this is something that all of us will agree to do. So I'm amazed. And we have to congratulate him for his award as well. Please, a huge round of applause. Another feather in the multiple feathers of the cap. So it was amazing working with him. I started my career in the Malayalam film industry with sir. And every day you learn so much from. So I think it was amazing. And Malayalam has given me so much love this year. This year has been fantastic with Hridaya Purvam and now with Rishabha. So I'm excited and I love doing Malayalam films. So I hope everybody loves us, and we had a great time doing the film. So I'll give you an answer for you. So she is keep on asking, you have 24 hours. And it's not a secret, you can also do. I asked the Almighty something like for the time or some whatever. So he asked me if you have the inclination, I have the time. So I had that inclination and he gave me the time. Thank you very much. Thank And have a you. wonderful evening. Thank you. Thank you. പ്രൊഡ്യൂസേഴ്സ് നമ്മുടെ ആന്റണി ചേട്ടനും സ്നേഹോപഹാരം സമർപ്പിക്കുകയാണ്. ബൈ.